ഹായ്, എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്ന് വിഷു സദ്യയിൽ ഏറ്റവും ലാസ്റ്റിലായിട്ട് ഞാനൊരു പായസം കൊണ്ടാണ് വന്നിരിക്കുന്നത്. നേന്ത്രപ്പഴം പ്രഥമൻ. അപ്പം അതിനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ ഒന്ന് പുഴുങ്ങി അതിനകത്തെ നാരൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ 1 കപ്പ് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. നേന്ത്രപ്പഴം പ്രഥമനും മറ്റുള്ള പ്രഥമൻ്റെ അത്രയും നമുക്ക് ശർക്കര ആവശ്യമില്ല, ഭയങ്കര മധുരമായി പോവും. അപ്പം മധുരം നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. കുറച്ച് ചേർത്താൽ മതി, മറ്റുള്ള പ്രഥമനേക്കാൾ കുറച്ച് ചേർത്താൽ മതി. ഇവിടെ ഇപ്പം ഞാനൊരു വലിയ നാളികേരത്തിൻ്റെ 2ാം പാലും 1ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. ആദ്യം നമുക്ക് പഴം സ്റ്റീമറിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയെടുത്ത ശേഷം ഞാൻ ഇതിലെ നാരുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ചിലർ ഇതിനെ മിക്സിയിൽ ഉടച്ചെടുക്കും. അപ്പോൾ അതിനകത്ത് തരികൾ ഒട്ടും നമുക്ക് കഷ്ണങ്ങളൊന്നും പായസത്തിലുണ്ടാവില്ല. ഇതാ ഇങ്ങനെ ഫോർക്ക് വെച്ചൊന്ന് ഉടച്ചെടുക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പായസം കുടിക്കുമ്പോൾ ചെറിയ ചെറിയ പീസസ് ഒക്കെ കിട്ടും. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുമാതിരി ചെയ്യുക. ഇപ്പം ഞാൻ നന്നായിട്ട് ഇതൊക്കെ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഉരുളിയിലേക്ക് ഒരു 3-4 സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം ഈ ഉടച്ച് വെച്ചിരിക്കുന്ന പഴം നന്നായിട്ട് വരട്ടിയെടുക്കണം. പ്രഥമനിൽ ഏറ്റവും ടേസ്റ്റ് കടലപ്പരിപ്പ് പ്രഥമനാണെന്നാണ് പറയാറ്. പിന്നെ അടുത്ത സ്ഥാനം ഈ നേന്ത്രപ്പഴ പ്രഥമന് തന്നെയാണ്. ഇത് രണ്ടും കഴിച്ചു നോക്കിയിട്ടുള്ളവർക്കറിയാം, അട വെച്ചുണ്ടാക്കുന്ന പ്രഥമനേക്കാളും ഒക്കെ ടേസ്റ്റാണ് ഈ നേന്ത്രപ്പഴ പ്രഥമനും കടലപ്പരിപ്പ് പ്രഥമനും. കാരണം അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റിന് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉള്ളതാണ്. അടയ്ക്ക് നമുക്ക് പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് ഇല്ല, നമ്മൾ ഇടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള ടേസ്റ്റേ ഉള്ളൂ. ഇപ്പോൾ അതേ പഴമൊക്കെ നന്നായി വരട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ആ പാനിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വരട്ടി കിട്ടണം. പഴത്തിൻ്റെ മധുരം അനുസരിച്ച് വേണം ശർക്കര ചേർക്കാൻ. പഴത്തിന് ഓൾറെഡി നല്ല മധുരമുണ്ട്, അപ്പോൾ ശർക്കര വളരെ കുറച്ച് മതി. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായി വരട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. നമുക്ക് തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റി കിട്ടണം. വെള്ളം നന്നായിട്ട് അതിൻ്റെ വറ്റിയിട്ടില്ലെങ്കിൽ അതിന് പായസത്തിനൊരു വെള്ളച്ചവയുണ്ടാവും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരണം. അതിനുശേഷമേ 1ാം പാൽ ഒഴിക്കാവുള്ളൂ. ഇപ്പോൾ കണ്ടോ, ഈ പായസത്തിൽ ചെറിയ ചെറിയ പീസസുകളൊക്കെ ഉണ്ട്. നമ്മൾ മിക്സിയിൽ അരച്ചെടുത്താൽ അത് കിട്ടില്ല. ഇപ്പോൾ ഇതേ പായസത്തിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1ാം പാൽ ഒഴിക്കേണ്ട സമയമായി. ഇപ്പോൾ 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് അതൊന്ന് ചൂടായി നല്ല ആവി പൊങ്ങാൻ തുടങ്ങുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതേ 1ാം പാൽ നന്നായി ചൂടായി ഇത് നന്നായിട്ട് ആവി പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ജീരകവും ചുക്കും ഏലക്കയും കൂടെ പൊടിച്ച പൊടി ഒരു 2 സ്പൂൺ ഇടാം. കുറച്ച് തേങ്ങാക്കൊത്തും കശുവണ്ടിയും കിസ്മിസും നെയ്യിൽ വറുത്തതും കൂടി നമുക്ക് അതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഇതിനെ ഒരു വാഴയില വെച്ച് അടച്ചു വയ്ക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പഴം പ്രഥമൻ റെഡിയായി. ഇത് സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഈ വിഷുവിന് നിങ്ങൾ ഈ പഴം പ്രഥമൻ ഉണ്ടാക്കി നോക്കൂ, ഇഷ്ടാവും തീർച്ച.